Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മോർണിംഗ് റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. വേറെ ആരുമല്ല, ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച മേടിച്ചൊരു സൈക്കിളാണ്. അപ്പോൾ ഈ ഒരു സൈക്കിളിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതുതായിട്ട് സൈക്കിളിലേക്ക് ഇറങ്ങുന്നവർക്കും മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈക്കിള് നമുക്ക് ബോക്സിൽ വന്ന സമയത്ത് അൺബോക്സ് ചെയ്യണ്ടായി. അപ്പോൾ ആ ഒരു അൺബോക്സിങ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ, കമ്പനി നേരിട്ട് നമുക്ക് അയച്ചു തന്നത് ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ്. നല്ലൊരു പാക്കിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ ഏതൊരാൾക്കും അനായാസം ഫിറ്റ് ചെയ്യുന്ന ഒരു രൂപത്തിലാണ് കമ്പനി അയച്ചു തരുന്നത്. 80% ഫിറ്റഡ് ആണ്, നമുക്ക് 20% മാത്രം ഫിറ്റ് ചെയ്താൽ മതി. ചെറിയൊരു ഐഡിയ ഉള്ള ഏതൊരാൾക്കും ഇത് അനായാസം ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് കൊറിയർ ചാർജ് ഒന്നും ഇല്ലായിരുന്നു, ഫ്രീ ആയിരുന്നില്ല. പിന്നെ 0 ബാലൻസ് ഡൗൺ പേയ്മെൻറ്റിലാണ് ഈ ഒരു സൈക്കിൾ എടുത്തത്. അപ്പോൾ സൈക്കിളിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സൈക്കിള് ഞാൻ 2 മാസമായി ഇപ്പോൾ ഒരു സൈക്കിൾ എടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ സൈക്കിളിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താണ് സൈക്കിള് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് അറിഞ്ഞിരുന്നു. സൈക്കിൾ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയിട്ട് സൈക്കിള് കിട്ടാനില്ലാത്ത ഒരു രൂപത്തിലായി. അങ്ങനെ ഞാൻ 91 എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, ATMൻ്റെ സബ് ബ്രാൻഡാണ്. അങ്ങനെ ഞാൻ ഈ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെടുകയും അവിടുന്ന് അവർക്ക് മെസ്സേജ് അയച്ചു. അവർ റിപ്ലൈ തന്നു. എനിക്ക് ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡെലിവറി ചെയ്തു. പക്ഷേ ഞാൻ ഡൗൺ പേയ്മെൻറ്റ് ഒരു നയാ പൈസ ഞാൻ കൊടുത്തിട്ടില്ല. 0 ബാലൻസിലാണ് അവരിപ്പോൾ ഈ ഒരു സൈക്കിൾ ഇറക്കി തന്നത്. ഇന്ന് കേരളത്തിൽ ഒരുപാട് ബ്രാൻഡഡ് കമ്പനികളുണ്ട് സൈക്കിളിൻ്റെ. അപ്പോൾ നല്ല ഒരു സൈക്കിള് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വാങ്ങാൻ പറ്റും. നിങ്ങളൊരു സൈക്കിള് വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഏതൊരു സൈക്കിളും കാണുമ്പോൾ തന്നെ അതിൽ കമ്പനി ഒരുപാട് ബ്രാൻഡിൻ്റെ കമ്പോണൻസ് കൂട്ടിച്ചേർത്തിട്ടാണ് സൈക്കിള് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നല്ല ബ്രാൻഡഡ് കമ്പോണൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങുന്ന സൈക്കിളിൻ്റെ ഫ്രെയിം അത് അലോയ് ആണോ സ്റ്റീലാണോ എന്നുള്ളത് നോക്കാം. ഈ ഒരു സൈക്കിളിൻ്റെ ഇത് അലോയ് ആണ്. 61 സർട്ടിഫൈഡ് ഉള്ള അലോയ് ആണ് ഇത് റസ്റ്റ് ഫ്രീ ആണ്. ഇതിൻ്റെ ഫ്രെയിം സൈസ് 18.5 ആണ്. പിന്നെ വരുന്നത് ഡിസ്ക് ബ്രേക്കാണ്, മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക്. ജാക്ക് 7ൻ്റെ അലോയ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫോർക്കാണ്. സൂമിൻ്റെ ഫോർക്കാണ് വരുന്നത് വിത്ത് സസ്പെൻഷൻ. പിന്നെ ലോക്ക് ഔട്ട് ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു റോഡിലൂടെ അത് റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സസ്പെൻഷൻ ലോക്ക് ചെയ്തുകൊണ്ട് റൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ചെറുതായിട്ട് റഫായിട്ടുള്ള ഒരു ഇതിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് റൈഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഹെഡ്സെറ്റ് വരുന്നത് നെക്കോ ത്രെഡ്ലെസ് ലോ ഫ്രിക്ഷൻ്റെ ഹെഡ്സെറ്റ് വരുന്നത്. പിന്നെ സ്റ്റെമ്മ് വരുന്നത് സൂം അലോയിൻ്റെ അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് ആകട്ടെ ഷിമാനോയുടെ ഷിഫ്റ്റേഴ്സാണ് വരുന്നത്. EZ ഫയർ ആണ് വരുന്നത്. ഇതിൻ്റെ സീറ്റിന് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ജെല്ലി ടൈപ്പാണ് വരുന്നത്. പിന്നെ അതിൻ്റെ സീറ്റ് പോസ്റ്റ് അതും അലോയ് തന്നെയാണ്. സൂം അലോയിൻ്റെ സീറ്റ് പോസ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രീ വീൽ വരുന്നത് ഷിമാനോ MFൻ്റെ ആണ്. ബാക്ക് ഡിറൈലർ വരുന്നത് ട്രൂണിയുടെ ആണ്. ഫ്രണ്ടും ട്രൂണി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്രാങ്ക് ആവട്ടെ പ്രോവീലിൻ്റെ ഡ്യൂറബിൾ അലോയ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പെഡലേഴ്സൊക്കെ നെക്കോടേതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ റിമ്മാണ്. ഇത് വരുന്നത് ഡബിൾ വാൾ ഡസ്റ്റ് ഫ്രീ അലോയ് ആണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു സൈക്കിളിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സൈക്കിളിൻ്റെ ഡിസൈനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീനിൽ വരുന്ന ആ ഒരു ഡിസൈൻ, ഫ്ലൂറസെൻ്റ് ഗ്രീനിലാണ് വരുന്നത്. ആ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്ന് വെച്ചാൽ റൈഡിങ്ങിൻ്റെ കംഫേർട്ട്, അത് അസാധ്യമായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ഒരു അതിൻ്റെ ഗിയറിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും
റൈഡിങ്ങിൻ്റെ ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു സൈക്കിളിൽ നിന്ന് ലഭിച്ചത്. ഇപ്പം ഞാനൊരു ഏകദേശം ഒരു 2 വീക്കായി ഇപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലംസും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഏതൊരു സൈക്കിൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്രയും കമ്പോണൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു സൈക്കിളിലേക്ക് വരണം. നമുക്ക് ഇനി ഒരു നെക്സ്റ്റ് തലമുറ ഇങ്ങനത്തെ ഒരു പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ജനറേഷൻ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ, ഒരു കിടു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.